ക്രീസിലും താൻ അച്ഛന്റെ മോൻ തന്നെയെന്ന് അടിവരയിട്ട് വീരേന്ദർ സെവാഗിന്റെ മകൻ ആര്യവീർ സെവാഗ് വിസ്മയം തീർക്കുകയാണ്. കഴിവുണ്ടെങ്കിൽ ക്രിക്കറ്റിലും നെപ്പോട്ടിസം വർക്കാകുമെന്ന് തെളിയിക്കുന്ന പുത്രൻ. മേഘാലയക്കെതിരായ കുച്ച് ബെഹാർ ട്രോഫി മത്സരത്തോടെയാണ് ആര്യവീർ സെവാഗ് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഒന്നാം ദിനത്തിൽ ദില്ലിക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി അടിച്ചാണ് ആര്യവീർ താരമായത്. ആര്യവീർ സെവാഗ് പുറത്താകാതെ 200 റൺസ് എടുത്തപ്പോൾ മേഘാലയക്കെതിരെ ഡൽഹി 208 റൺസിന്റെ ലീഡ് നേടി. 34 ഫോറുകളും 2 സിക്സറുകളും നേടിയാണ് ആര്യവീർ ഡബിളിലെത്തിയത്. മികച്ച പ്രകടനത്തിലൂടെ ദേശീയ തലത്തിൽ ക്രിക്കറ്റ് വിദഗ്ധരുടെ ശ്രദ്ധയാകർഷിക്കാനും ആര്യവീറിന് കഴിഞ്ഞു. ഷില്ലോങ്ങിലെ MCA ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു 17-കാരനായ ആര്യവീറിന്റെ മിന്നും പ്രകടനം. പുറത്താകാതെയാണ് 200 റൺസ് എടുത്തത്. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ആതിഥേയരായ മേഘാലയയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ 260 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ആര്യവീറും അർണവ് എസ് ബഗയും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ 180 റൺസ് കൂട്ടിച്ചേർത്തതോടെ ഡൽഹിയുടെ ശക്തമായ അടിത്തറയിട്ടു. ബംഗയും സെഞ്ചുറി നേടി. 229 പന്തിലാണ് ആര്യവീറിന്റെ 200 റൺസ്. 91 പന്തിൽ നിന്ന് 98 റൺസുമായി ധന്യ നക്രയും പുറത്താകാതെ നിന്നു. ഈ വർഷം ആദ്യം വിനോ മങ്ക ട്രോഫിയിൽ മണിപ്പൂരിനെതിരെ ഡൽഹിക്ക് വേണ്ടി അണ്ടർ-19 ആര്യവീർ അരങ്ങേറ്റം കുറിച്ചിരുന്നു. കന്നി മത്സരത്തിൽ 49 റൺസ് നേടി. അച്ഛന്റെ മകനാണെന്ന് ഒടുവിലിത ആര്യവീർ തെളിയിക്കുന്നു. അല്ലെങ്കിലും ആര്യവീറിനത് തെളിയിച്ചേ പറ്റൂ. കാരണം വീരുവിന്റെ മകൻ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് അമിത പ്രതീക്ഷയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന വീരേന്ദർ സെവാഗ് എന്ന തീപ്പൊരി ബാറ്റർ തീർത്ത ചരിത്രം ആർക്കും അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ സാധിക്കില്ല. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെയാണ് വീരേന്ദർ സെവാഗ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ആരവങ്ങളോട് വിട പറഞ്ഞതെന്ന നിരാശ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നുമുണ്ട്. ഇന്ത്യൻ ടീമിലേക്ക് വഴിയടഞ്ഞപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായി സെവാഗ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2 ലോകകപ്പ് നേട്ടത്തിൽ പങ്കാളിയായ സെവാഗിന് വിടവാങ്ങൽ മത്സരം നിഷേധിച്ച BCCIക്കുള്ള പരോക്ഷ മറുപടി കൂടിയായിരുന്നു വീരേന്ദർ സെവാഗിന്റെ വിടവാങ്ങൽ. കരിയറിന്റെ ഭൂരിഭാഗവും സച്ചിൻ എന്ന ഇതിഹാസത്തിനൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത വീരേന്ദർ സെവാഗ് വിടവാങ്ങൽ മത്സരം അർഹിച്ചിരുന്നു. സച്ചിനേക്കാൾ ബൗളർമാരുടെ പേടി സ്വപ്നം സെവാഗ് എന്ന ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു. 1999 പാകിസ്ഥാനെതിരെയായിരുന്നു സെവാഗിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം. 7ാം നമ്പറിൽ ഇറങ്ങിയ സെവാഗ് 1 റൺസ് നേടി പുറത്തായത് ടീമിന് വെളിയിലേക്കായിരുന്നു. 20 മാസത്തിനു ശേഷം ടീമിലേക്ക് തിരിച്ചുവരവ്. 2001 ശ്രീലങ്കയ്ക്കെതിരെ 69 പന്തിൽ സെഞ്ചുറി അടിച്ച് വെടിക്കെട്ട് ബാറ്റർ എന്ന പേര് നേടി. മധ്യനിരയിലെ പ്രകടനം സെവാഗിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തിച്ചു. സൗരവ് ഗാംഗുലിയാണ് ആ നിർണായക തീരുമാനമെടുത്തത്. ഫുട്വർക്ക് അധികമില്ലാതെ മുന്നിലേക്ക് വരുന്ന പന്തുകളെല്ലാം അടിച്ചു തകർക്കുക. ആദ്യ പന്തിൽ തന്നെ സെവാഗ് 4 അടിച്ചാണ് തുടങ്ങിയിരുന്നത്. സെവാഗ് ശൈലിക്കെതിരെ വിമർശനമുയർന്നെങ്കിലും അത് തുടരാൻ ഇന്ത്യക്ക് പറയേണ്ടി വന്നു. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും 80-ലധികം സ്ട്രൈക്ക് റേറ്റ് നേടിയ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഏക ക്രിക്കറ്റ് താരം. വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം. 3ാം ട്രിപ്പിളിന് 7 റൺസ് അകലെ മുത്തയ്യ മുരളീധരൻ പിടികൂടി. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ജനപ്രീതി കുറയുന്ന കാലത്ത് സെവാഗിന്റെ വിസ്ഫോടനം കാണാൻ ആളുകൂടി. ഏകദിനത്തിൽ സച്ചിനും സെവാഗും ഇറങ്ങിയാൽ പരസ്പരം തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. സച്ചിന് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ താരം സെവാഗായിരുന്നു. ഇരുവരും പരസ്പരം ബഹുമാന്യതയോടെ കളിക്കുന്നത് കാണുന്നത് ആരാധകർക്ക് വികാരങ്ങൾക്ക് അതീതമായിരുന്നു. സെവാഗ് തന്റെ സ്വാഭാവികമായ കഴിവിനും ശക്തമായ ഷോട്ടുകൾക്കും പേര് കേട്ടയാളായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു. ടെസ്റ്റിലും ഏകദിനത്തിലും ഓപ്പണിംഗ് വിക്കറ്റിൽ നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചു. 2012 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് സെവാഗ് വിരമിച്ചു. എന്നാൽ ഇപ്പോഴും അദ്ദേഹം കളിക്കളത്തിൽ സജീവമാണ്. ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഉൾപ്പെടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ദേശീയ ടീമിന് നൽകുന്നുണ്ട്. 104 ടെസ്റ്റുകളിൽ നിന്ന് 8586 റൺസും 251 ഏകദിനങ്ങളിൽ നിന്ന് 8273 റൺസും അദ്ദേഹം നേടി. ക്രിക്കറ്റിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിയാണ് വീരേന്ദർ സെവാഗ്. ടെസ്റ്റിലും ഏകദിനത്തിലും 2 സെഞ്ചുറികൾ നേടി. ടെസ്റ്റിലും ഏകദിനത്തിലും 3000 റൺസ് നേടി. ഏകദിനത്തിൽ 15000 റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ കളിക്കാരനായി. IPL-ൽ 10000 റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ കളിക്കാരനായി. സെവാഗ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഐക്കണാണ്.
ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ പ്രകടനവും കളിക്കളത്തിന് പുറത്തുള്ള വ്യക്തിത്വവും അദ്ദേഹത്തെ കളി കണ്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. ക്രിക്കറ്റിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ അദ്ദേഹത്തെ രാജ്യം വലിയ ബഹുമതികൾ നൽകി ആദരിച്ചു. അർജുന അവാർഡ് 2012 ലഭിച്ചു. വിസ്ഡൻ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് 2008, 2009, ICC ടെസ്റ്റ് പ്ലെയർ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം 2010, പത്മശ്രീയും 2010. രാജ്യത്തിനു വേണ്ടി കളിച്ച അദ്ദേഹത്തിന് ബഹുമതികൾ നൽകുന്നതിന് പുറമെ അംഗീകാരങ്ങളും നൽകിയിട്ടുണ്ട്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിലെ ഗേറ്റിന് മുൻ ഓപ്പണർ വീരേന്ദർ സെവാഗിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 മത്സരത്തിന് മുന്നോടിയായിട്ടായിരുന്നു മെയിൻ ഗേറ്റിന് വീരേന്ദർ സെവാഗ് ഗേറ്റ് എന്ന് പേര് മാറ്റിയത്. ഗേറ്റിൽ സെവാഗിന്റെ ചിത്രവും കരിയർ സംബന്ധിച്ച വിവരങ്ങളുമെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. ലെജൻഡ്സ് ആർ ഫോർ എവർ എന്ന വാചകമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിലേക്ക് കാണികൾ പ്രവേശിക്കുന്ന 3-ാം നമ്പർ ഗേറ്റ് വീരേന്ദർ സെവാഗ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. തകർപ്പൻ ബാറ്റിംഗിൽ ഇന്ത്യയുടെ മേൽവിലാസമായി നിർഭയനായി കളിച്ച സെവാഗ് ടെസ്റ്റിലും അതിവേഗ സ്കോറിംഗിന്റെ വക്താവായി. 2011 ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സെവാഗ് ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ താരം. അത് അദ്ദേഹം 2 തവണ നേടുകയും ചെയ്തു. വീരു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം 104 ടെസ്റ്റുകളിൽ നിന്നായി 8586 റൺസ് നേടി. ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളിൽ 5-ാമനാണ് വീരു. 251 ഏകദിനത്തിൽ 15 സെഞ്ചുറിയുടെ അകമ്പടിയോടെ അടിച്ചു കൂട്ടിയത് 8273 റൺസ്. ഏകദിനത്തിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ വ്യക്തിഗത സ്കോർ വീരുവിന്റെ പേരിലാണ്, 219 റൺസ്. ബാറ്റിംഗ് മികവിന് പുറമെ പന്ത് കൊണ്ടും സെവാഗ് ഇന്ത്യയുടെ വിലപ്പെട്ട താരമായി. ഏകദിനത്തിൽ 96, ടെസ്റ്റിൽ 40 എന്നിങ്ങനെയാണ് സ്പിന്നർ കൂടിയായിരുന്ന താരത്തിന്റെ വിക്കറ്റ് സമ്പാദ്യം. ക്രീസിലെത്തിയാൽ ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിച്ചു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്ന അപൂർവം ബാറ്ററാണ് വീരു. മാത്രമല്ല 99-ലും 199-ലും നിൽക്കുകയും സിക്സറിലൂടെ നാഴികക്കല്ല് പിന്നിടാനും അദ്ദേഹം ഭയക്കാറില്ല. 2004 മുൾത്താനിൽ ചിരവൈരികളായ പാകിസ്ഥാനുമായുള്ള ടെസ്റ്റിലായിരുന്നു അദ്ദേഹം ചരിത്ര നേട്ടത്തിന് അവകാശിയായത്. 309 റൺസ് വാരിക്കൂട്ടിയാണ് അദ്ദേഹം അന്ന് ക്രീസ് വിട്ടത്. ഈ ടെസ്റ്റിൽ വ്യക്തിഗത സ്കോർ 295-ൽ നിൽക്കെ സിക്സറിലൂടെയാണ് വീരു ട്രിപ്പിൾ പൂർത്തിയാക്കിയത്. കരിയറിൽ ഇത്ര വലിയൊരു നേട്ടത്തിനടുത്തു നിൽക്കവേ എന്തിനായിരുന്നു അന്ന് സിക്സറിന് തുനിഞ്ഞതെന്ന് സെവാഗ് ഒരിക്കൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുൾത്താൻ ടെസ്റ്റിൽ 295 റൺസുമായി താൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തനിക്കൊപ്പം ക്രീസിലുണ്ടായിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നുവെന്നാണ് വീരേന്ദർ സെവാഗ് പറഞ്ഞത്. അന്ന് ഞാൻ 295-ൽ നിൽക്കുമ്പോൾ സച്ചിൻ പാജിയായിരുന്നു ക്രീസിൽ കൂടെ ഉണ്ടായിരുന്നത്. സഗ്ലൈൻ മുഷ്താഖ് ബൗൾ ചെയ്യാൻ എത്തിയാൽ സിക്സർ അടിക്കുമെന്ന് ഞാൻ സച്ചിനോട് പറഞ്ഞു. നിനക്ക് വട്ടാണോ എന്നാണ് അദ്ദേഹം തന്നോട് ദേഷ്യത്തോടെ ചോദിച്ചതെന്നും വീരു പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന ആദ്യ താരമാവാൻ പോവുകയാണ് നീ എന്നാണ് സച്ചിൻ തന്നെ ഓർമ്മിപ്പിച്ചതെന്ന് വീരേന്ദർ സെവാഗ് വ്യക്തമാക്കി. 295 റൺസിൽ എത്തി നിൽക്കുമ്പോൾ നീ എന്തിനാണ് സിക്സർ അടിക്കുന്നത്? ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു വിഡ്ഢിത്തം കാണിക്കുന്ന ആദ്യത്തെ ആൾ നീ ആയിരിക്കും. 300 റൺസ് എടുക്കുന്ന ആദ്യ താരമായി നീ മാറാൻ പോവുകയാണ്. നീ എന്തിനാണ് അത് നശിപ്പിക്കുന്നത് എന്നായിരുന്നു സച്ചിൻ പാജിയുടെ ചോദ്യം. ഇന്ത്യക്ക് വേണ്ടി 295 റൺസ് എടുത്ത ആദ്യത്തെ താരവും ഇപ്പോൾ ഞാൻ തന്നെയാണ്. മറ്റാർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോൾ സിക്സർ അടിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇനി ആരെങ്കിലും 295 റൺസ് നേടുമോ എന്ന് പോലും അറിയില്ലെന്നും താൻ സച്ചിന് മറുപടി നൽകിയതായും സെവാഗ് പറഞ്ഞു. അടുത്ത ഓവറിൽ സഗ്ലൈൻ മുഷ്താഖ് ബൗൾ ചെയ്യാനെത്തുകയും ഞാൻ അദ്ദേഹത്തിനെതിരെ ആദ്യ ബോളിൽ തന്നെ ക്രീസിന് പുറത്തേക്കിറങ്ങി സിക്സറിലൂടെ ട്രിപ്പിൾ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ എന്നേക്കാൾ സന്തോഷം സച്ചിൻ പാജിക്കായിരുന്നു. എന്നെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തുവെന്നും സെവാഗ് കൂട്ടിച്ചേർത്തു. അതേസമയം മുൾത്താൻ ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വിരുന്ന്. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ അദ്ദേഹം വെറും 375 ബോളിലാണ് 309 റൺസ് അടിച്ചെടുത്തത്. 39 ഫോറുകളും 6 സിക്സറുകളും ഇതിൽ ഉൾപ്പെടും. പിന്നീട് ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന തന്റെ റെക്കോർഡ് സെവാഗ് തന്നെ തിരുത്തുകയും ചെയ്തിരുന്നു. സൗത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റിലാണ് 319 റൺസുമായി അദ്ദേഹം സ്വന്തം റെക്കോർഡ് മെച്ചപ്പെടുത്തിയത്. 2008-ൽ ചെന്നൈയിൽ നടന്ന ടെസ്റ്റിലായിരുന്നു ഇത്. 304 ബോളിൽ 42 ഫോറും 5 സിക്സറുകളും സെവാഗിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു.